ജോസ് പാറപ്പുറം അച്ഛനെയും നമ്മുടെ ഇടവാംഗം കൂടിയായ ഫാദർ ലിജിൻ ചക്കനാട്ട് അച്ഛനെയും നമ്മുടെ വൈസ് ചെയർമാൻ ശ്രീ ജോസ് അലക്സ്, സെൻട്രൽ കമ്മിറ്റി അംഗം ശ്രീ ജെയ്സ് ജോൺ മലമേൽ, യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ സോബി ജോസഫ് മലമേൽ, യൂണിറ്റ് സെക്രട്ടറി ശ്രീ റോജി ജോൺ മാവുങ്കൽ പുളിക്കൽ എന്നിവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈശ്വര പ്രാർത്ഥനയ്ക്കായി സുപ്രിയ അൽഫോൺസ ടോമിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവമേ, ഞാൻ നിൻ സവിധേ കൂപ്പുകൈകളുമായിന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപയെന്നിൽ തൂകണമേ. സർവജ്ഞാനത്തിനുറവിടമാം ദേവാ നീ, നിന്റെ ജ്ഞാനത്താൽ എന്നെ നിറച്ചിടണമേ. ഞാൻ ചെയ്യും കർമ്മങ്ങൾ നിൻ കൃപയാലാകണമേ. എൻ്റെ വീഥികളിൽ നീ ദീപമായിടണേ. ദൈവമേ, ഞാൻ നിൻ സവിധേ കൂപ്പുകൈകളുമായിന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപയെന്നിൽ തൂകണമേ, കൃപയെന്നിൽ തൂകണമേ. കഴിഞ്ഞ വർഷം നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ മാവുങ്കൽ പുളിക്കൽ ഔസേപ്പ് ജോൺ, ഉപ്പൂട്ടിൽ പ്ലാക്കിൽ മറിയക്കുട്ടി ജോൺ, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നിവരുടെ ആത്മാക്കളുടെ നിത്യശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ അറിഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മരിച്ച ശാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ. എല്ലാവർക്കും ഇരിക്കാം. സ്വാഗത പ്രസംഗത്തിനായി നമ്മളായിരിക്കുന്ന ഈ ഭവനത്തിൻ്റെ കുടുംബനാഥൻ ഉപ്പൂട്ടൽ പ്ലാക്കിൽ ശ്രീ ചെറിയാൻ തോമസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നിവിടെ നടക്കുന്ന സെൻറ്റ് സെബാസ്റ്റ്യൻസ് യൂണിറ്റിൻ്റെ കുടുംബ കൂട്ടായ്മയിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി നമ്മുടെ ഇടവകയുടെ വികാരിയും ചെയർമാനുമായ ജോസ് പാറപ്പുറം അച്ഛനെ ഈ കൂട്ടായ്മയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി നമുക്കായി ഭക്തി നിർഭരമായ ബലിയർപ്പിച്ച ലിജിൻ ചക്കനാട്ട് അച്ഛനെ ഏറ്റവും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് അധ്യക്ഷനുമായ സോബി മലമേലിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇടവകയുടെ വൈസ് ചെയർമാൻ ജോസ് അലക്സ് ചേട്ടനെ ഏറ്റവും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി ജെയ്സൺ മലമേൽ പുലക്കാവിലിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ യൂണിറ്റിൻ്റെ സെക്രട്ടറി റോജി ജോണിനെ ഏറ്റവും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു.
ഇനി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മറ്റ് യൂണിറ്റുകളിൽ നിന്നും എത്തിച്ചേർന്നിരിക്കുന്ന യൂണിറ്റ് ഭാരവാഹികളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. താങ്ക് യു. റിപ്പോർട്ട് അവതരണത്തിനായി യൂണിറ്റ് സെക്രട്ടറി ശ്രീ റോജി ജോണിനെ ക്ഷണിച്ചുകൊള്ളുന്നു. രണ്ടായിരത്തി 24-25 വാർഷിക റിപ്പോർട്ട്. 7/4/2024 കോച്ചേരി ദേവർസിയുടെ വീട്ടിൽ കൂടിയ കുടുംബ കൂട്ടായ്മയിൽ വെച്ച് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയുണ്ടായി. പ്രസിഡൻ്റായിട്ട് സോബി ജോസഫ്, വൈസ് പ്രസിഡൻ്റായിട്ട് ബെറ്റി ജോസ്, സെക്രട്ടറി റോജി ജോൺ, ജോയിൻറ്റ് സെക്രട്ടറി ലവ്ലി ബെന്നി, ക്യാഷ്യറായി ഗ്രേസി ജോൺ, കമ്മിറ്റി അംഗങ്ങളായി തങ്കമ്മ ജോസ്, ആലീസ് വർഗീസ്, ദേവസി കോച്ചേരി, ജോർജ് പാക്ലി എന്നിവരെ തിരഞ്ഞെടുക്കൂ. ഏപ്രിൽ 14 ഇടവകയുടെ സംയുക്ത വാർഷികത്തിൽ എല്ലാവർക്കും അതോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും കലാപരിപാടികൾ അവതരിപ്പിച്ച പിള്ളേർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. 5/5/2024 പൂവൻ റോസക്കുട്ടിയുടെ ഭവനത്തിൽ വെച്ച് കൂടിയ കുടുംബ കൂട്ടായ്മയിൽ ഇടവകയുടെ സെൻട്രൽ കമ്മിറ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ട വൈസ് ചെയർമാൻ ജോസ് അലക്സിനെ യൂണിറ്റിലേക്ക് ഭാരവാഹികളും മറ്റംഗങ്ങളും ചേർന്ന് സ്വാഗതം ചെയ്തു. അതോടൊപ്പം പഴയ ഭാരവാഹികൾ പുതിയ ഭാരവാഹികൾക്ക് സ്ഥാനം കൈമാറുകയും ഒപ്പം തന്നെ കണക്ക് റിപ്പോർട്ട് പുതിയ ഭാരവാഹികളെ ഏൽപ്പിക്കുകയും ചെയ്തു. പഴയ വൈസ് ചെയർമാൻ ആയിരുന്ന ജോസഫ് സേവ്യറിനെ പ്രത്യേകം നന്ദി അറിയിക്കുകയും ചെയ്തു. തുടർന്ന് 7 ഭവനങ്ങൾ വെച്ച് കുടുംബ കൂട്ടായ്മ കൂടുകയും സാധാരണ നടത്തുന്നത് പോലെ ബൈബിൾ പ്രതിഷ്ഠ, ബൈബിൾ വായന, വിചിന്തനം, വിവാഹ വാർഷികം, ജന്മദിനം, ലക്കി ഫാമിലി തിരഞ്ഞെടുപ്പ് എന്നിവ നടത്തുകയും ചെയ്തു. 11/8/2024 സോബി ജോസഫിൻ്റെ വീട്ടിൽ വെച്ച് കൂടിയ കുടുംബ കൂട്ടായ്മയിൽ എടുത്ത പുതിയ തീരുമാനം യൂണിറ്റിലേക്ക് എങ്ങനെ ഫണ്ട് ശേഖരിക്കാമെന്ന കാര്യത്തെക്കുറിച്ച് പ്രസിഡൻ്റ് എല്ലാ അംഗങ്ങളോടും ആലോചിക്കുകയുണ്ടായി. നമ്മുടെ വീടുകളിൽ പഴയ ആക്രി സാധനങ്ങളെല്ലാം വീടുകളിൽ പോയി ശേഖരിച്ച് അത് വിറ്റുന്ന തുക യൂണിറ്റിലേക്ക് എടുക്കാമെന്ന തീരുമാനത്തോടെ എല്ലാ അംഗങ്ങളും സമ്മതിക്കുകയും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം SSLC വിജയികൾക്ക് ക്യാഷ് അവാർഡ് നൽകുകയുണ്ടായി. തുടർന്ന് യൂണിറ്റിലേക്ക് പുതിയതായി വന്ന തെക്കേടത്ത് തോമസ് ഫാമിലിയെ യൂണിറ്റിലേക്ക് സ്വാഗതം ചെയ്യുകയും എല്ലാവരുമായി പരിചയപ്പെടുകയും ചെയ്തു. 17/8/2024 വലിയ വീട്ടിൽ ജോസിയുടെ വീട്ടിൽ വെച്ച് കൂടിയ കുടുംബ കൂട്ടായ്മയിൽ വെച്ച് ഓണസദ്യ നടത്തുകയും ഓണസദ്യയിൽ സാമ്പത്തികമായിട്ട് സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയും ചെയ്തു. ജപമാല മാസമായ ഒക്ടോബർ മാസത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 2 വീടുകളിൽ കൊന്ത നടത്തുകയും 20/10/2024 ബെന്നി ജോസഫിൻ്റെ വീട്ടിലും 27/10/2024 തോമസ് ക്ലാരയുടെ ഭവനത്തിലും കൊന്ത നടത്തി. അതിൽ സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സെപ്റ്റംബർ മാസത്തിൽ ഇടവകയിൽ നടത്തിയ ലോഗോ ക്വിസിൽ കുട്ടികളും മുതിർന്നവരും പങ്കെടുത്തു. അതിൽ 1ാം സ്ഥാനം നേടിയ ഗ്രേസി ജോൺസണും 2ാം സ്ഥാനം നേടിയ ലൂസി ചെറിയാനും യൂണിറ്റിൻ്റെ പേരിൽ പ്രത്യേകം അഭിനന്ദനങ്ങൾ. ലോഗോ ക്വിസിൽ പങ്കെടുത്ത കുട്ടികൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ലോഗോ ക്വിസിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം നൽകുകയുണ്ടായി. ഉണ്ണി യേശുവിൻ്റെ ജന്മദിനമായ ഡിസംബർ പുതുവത്സരത്തിൽ യേശുവിൻ്റെ വരവേൽപ്പിനെക്കുറിച്ചുള്ള കരോൾ ഗാനവുമായി എല്ലാ വീടുകളിലും കയറിറങ്ങി. ഇതിൽ കുട്ടികളും മുതിർന്നവരും ആത്മാർത്ഥമായി സഹകരിക്കുകയുണ്ടായി. കുട്ടികളുടെ അസാന്നിധ്യത്തിൽ പപ്പാഞ്ഞിയാകുവാൻ മുന്നോട്ട് വന്ന ജോയ്സി ബിജുവിനെ ഓരോ പാട്ടുകൾക്കും ആടിയും പാടിയും നൃത്തം ചെയ്ത് ജോസിക്ക് യൂണിറ്റിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ യൂണിറ്റിൽ നിന്നും പ്രത്യേക പ്രോത്സാഹന സമ്മാനം കൊടുക്കുകയുണ്ടായി. കൂടാതെ ഡെന്നിച്ചിൻ്റെ വക പ്രത്യേക സമ്മാനവും നൽകുകയുണ്ടായി. നമ്മുടെ യൂണിറ്റിൽപ്പെട്ട 2 കുടുംബങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ മരിയക്കുട്ടി പ്ലാക്കിൽ, പുളിക്കൽ ജോൺ എന്നിവരെ ഈ അവസരത്തിൽ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുകയും അവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിക്കുകയും ചെയ്തു.
ജനുവരി പെരുന്നാളിന് സാമ്പത്തികമായും അല്ലാതെയും സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ജനുവരി മാസത്തെ പെരുന്നാളിന് അനുബന്ധിച്ച് വീടുകളിലേക്കുള്ള കഴുന്ന് കൊണ്ടുവരികയും അതിന് ആത്മാർത്ഥമായിട്ട് സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കൊറോണ എന്ന മഹാമാരി മൂലം യൂണിറ്റുകൾ വേണ്ടവിധം കൂടുവാനോ വാർഷികങ്ങൾ നടത്തുവാനോ സാധിച്ചില്ല. കൊറോണ അവസാനിച്ചതിനെ തുടർന്ന് നമ്മുടെ കുടുംബ കൂട്ടായ്മ സാധാരണ പോലെയായി. ഇതിൽ പ്രകാരം ജനറൽ ബോഡി മീറ്റിങ്ങിൽ വീടുകളിൽ വാർഷികം നടത്തണമെന്നും തീരുമാനമെടുക്കുകയും ആ തീരുമാനം യൂണിറ്റ് മീറ്റിങ്ങിൽ അവതരിപ്പിക്കുകയും ചെയ്തു. യൂണിറ്റുകൾ ശക്തിപ്പെടുത്തുന്നതിന് യൂണിറ്റ് വാർഷികം ചെറിയൊരു ഘടകമാണെന്ന് വൈസ് ചെയർമാൻ പറയുകയുണ്ടായി. സെൻട്രൽ കമ്മിറ്റിയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം വികാരിയച്ഛൻ്റെ ജൂബിലിയിലും മാർച്ച് 19 ഔസേപ്പിതാവിൻ്റെ നേർച്ച സദ്യ പരിപാടികൾ ഭംഗിയായി വിജയിപ്പിക്കുവാൻ നമ്മുടെ യൂണിറ്റിൽ നിന്നും പ്രത്യേകിച്ച് സഹകരിച്ച പ്രസിഡന്റ് സോബിക്കും സെക്രട്ടറി റോജിക്കും വൈസ് ചെയർമാൻ പ്രത്യേകം നന്ദി പറയുകയുണ്ടായി. 23/2025 ഇടയാളി ജിനിച്ചൻ്റെ ഭവനത്തിൽ കൂടിയ കുടുംബ കൂട്ടായ്മയിൽ കുരിശിൻ്റെ വഴി നടത്തണമെന്നും തീരുമാനിക്കുകയും എല്ലാവരും സഹകരിക്കുമെങ്കിൽ എല്ലാ വീടുകളും കയറിറങ്ങാമെന്നും ആലോചിക്കുകയുണ്ടായി. 2 വീടുകളിലായി കുരിശിൻ്റെ വഴി നടത്താമെന്ന് പറയുകയുണ്ടായി. അതനുസരിച്ച് മാർച്ച് 23 സോബി ജോസഫിൻ്റെ വീട്ടിലും 30 ഉപ്പൂട്ടി പ്ലാക്കിൽ ചെറിയാൻ്റെ വീട്ടിൽ നിന്ന് ആരംഭിച്ച് ഡിന്നിച്ചൻ്റെ വീട്ടിൽ അവസാനിപ്പിക്കുകയുണ്ടായി. ഇതിൽ സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഉപ്പൂട്ടി പ്ലാക്കിൽ ചെറിയാൻ്റെ വീട്ടിൽ വെച്ച് നടത്താമെന്ന് അതിനായി കുടുംബ യൂണിറ്റ് വാർഷികം ഉപ്പൂട്ടിൽ പ്ലാക്കിൽ ചെറിയാൻ്റെ വീട്ടിൽ വെച്ച് നടത്താമെന്നും അതിനായി കൺവീനറായി പ്ലാക്കിൽ ജോർജിനെയും പ്രോഗ്രാം കൺവീനറായി തേജ ടോമി, ജൂഡിസ് ഡിന്നിച്ചൻ, നിബി ജോമോൻ എന്നിവരെയും തിരഞ്ഞെടുത്തു. സമയം 5 മണിക്ക് തുടങ്ങി 8:30 തീർക്കണമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. വാർഷികം നടത്തുവാൻ ഇവിടെ അവസരമൊരുക്കി തന്ന ചെറിയാനും കുടുംബത്തിനും യൂണിറ്റിൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവരുടെയും സമ്മതപ്രകാരം റിപ്പോർട്ട് പൊതുസംഘം സമർപ്പിക്കുന്നു. പൊതുസമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ വികാരി റെവറൻ ഫാദർ ജോസ് പാറപ്പുറം അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയ ബഹുമാനപ്പെട്ട ലിജിനച്ച, പ്രസിഡന്റ് സോബി, റോജി, വൈസ് ചെയർമാൻ ജെയ്സൺ, വിശിഷ്ട വ്യക്തികളെ, ഈ കുടുംബ യൂണിറ്റിലെ ഭാരവാഹികളെ, മറ്റു യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ളവരെ, ധീര രക്തസാക്ഷി വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമധേയത്തിലുള്ള യൂണിറ്റാണ്. വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കാനായിട്ട് വിശുദ്ധൻ്റെ മാതൃക നിങ്ങൾക്ക് പ്രചോദനം നൽകട്ടെ. നമ്മുടെ എല്ലാവരുടെയും കുടുംബ യൂണിറ്റുകൾ ഇത്ര മനോഹരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് കുടുംബത്തിൻ്റെ കൂട്ടായ്മ കൊണ്ടും ഭാരവാഹികളുടെ യോജിപ്പ് കൊണ്ടുമാണ്. അത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളതൊരു വൻ വിജയമാണ്. കാരണം ദീർഘമായൊരു കാലഘട്ടത്തിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ കുടുംബയോഗം നടത്തുന്നത്. അത് പിടിയിൽ നിന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് നമ്മുടെ യൂണിറ്റുകളെല്ലാം നമുക്ക് നല്ല കഴിവ് നൽകുന്നുണ്ടെങ്കിലും എപ്പോഴും അതിൻ്റെ എല്ലാവരുമായിട്ട് യോജിച്ച് പോകാനുള്ളൊരു മനോഭാവം നമുക്കുണ്ടെങ്കിലേ അത് വിജയത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. ഒരു ആശാരിയെക്കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹം ഒരു ദീർഘയാത്രയ്ക്ക് പോവുകയാണ്. അപ്പം അതുകൊണ്ട് പണിയായുധങ്ങളെല്ലാം നല്ല രീതിയിൽ ഒന്ന് ശേഖരിച്ച് വെച്ചു. ഉളി, ചുറ്റുക, കൊട്ടുവടി, അതിൻ്റെ വടികൾ, സാധനങ്ങളെല്ലാം, സാൻഡ് പേപ്പർ. അത് കഴിഞ്ഞ് ഇതിലാരെങ്കിലും ഒരാളെ നേതാവാക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ വീതുളി പറഞ്ഞു, ഞാനാണ് ശക്തൻ, മര്യാദയ്ക്ക് നിൽക്കാത്തവരൊക്കെ ശരിക്ക് കഴുത്ത് വെട്ടാൻ എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അവനെ വേണ്ടെന്ന് വെച്ചു. അവൻ ഭയങ്കര കുറവരുന്ന. പിന്നെ ഉള്ളത് കൊട്ടുവടിയാണ്. അയാൾ ആരുടെയും തലയ്ക്കടിക്കും. അപ്പോൾ അതുകൊണ്ട് അയാളെ ആക്കാൻ പറ്റില്ല. പിന്നെ ഈ മുഴക്കോലാണ്, എല്ലാം അളന്ന് കുറിച്ച് കൃത്യം ചെയ്യണവനാണ്, അവനെ ആക്കാനും പറ്റില്ല. പിന്നെ അവസാനം കണ്ടുപിടിച്ചത് സാൻഡ് പേപ്പറാണ്.
ഒരക്കടലാസ് നമ്മൾ കേട്ടിട്ടില്ലേ? അതെല്ലാവരെയും ഉരച്ച് മിനുക്കി സ്നേഹത്തിൽ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ആ ഒരക്കടലാസിനെയാണ് അവിടെ ലീഡറാക്കി ആക്കിയത്. അപ്പോൾ നമുക്കും നമ്മുടെ ഇവിടെയുള്ള എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റിയ പ്രസിഡൻറ്റിനെയും സെക്രട്ടറിയെയും ആൾക്കാരെ എല്ലാവരെയും കിട്ടിയിട്ടുണ്ട്. അതും ഒരു ആശാരി തന്നെയാണ്. അപ്പോൾ നല്ല രീതിയിൽ ഭംഗിയായിട്ട് എല്ലാവരെയും സ്നേഹത്തിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. അതാണ് നമ്മുടെ എല്ലാവരുടെയും കുടുംബയോഗത്തിൻ്റെ വിജയം എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ തെറ്റായ വിശ്വാസത്തിലേക്ക് പോകാതെ അടിയുറച്ച വിശ്വാസത്തിൽ മുമ്പോട്ട് പോവുക. ഇവിടെ ടീച്ചർമാരൊക്കെ ഉണ്ട്. പണ്ട് 9ാം ക്ലാസ്സിലൊരു കഥയുണ്ടായിരുന്നു, ബില്ലി കാ ഹത്യ എന്നും പറഞ്ഞു. ഹിന്ദിയിൽ പൂച്ചേനെ കൊന്നതിനെക്കുറിച്ച് കുറിച്ചാണ്. അപ്പോൾ അതിനകത്തുള്ള ഒരു ലെസൺ, പ്രാരംഭകാലമേയും ബ്രാഹ്മണ മുഹല്യമേയും ബില്ലി കാ ഹത്യ ഹരേ കുംഭിഭാഗ് നരകുന്നു. പ്രാതകാലം രാവിലെ ബ്രാഹ്മണ മുഹല്യം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ കുടുംബം ആ പൂച്ചയെ കൊന്നു. അത് ഏറ്റവും വലിയ ശിക്ഷ അറിയിക്കുന്നത് കുംഭിഭാഗ് നരകെന്ന്. നരകത്തിന് തന്നെ പല ഗ്രേഡുണ്ട്. ഏറ്റവും അടിത്തട്ടാണ് ഈ കുംഭിഭാഗ് നരക്. അങ്ങനെ പൂച്ചയെ കൊന്നു കഴിഞ്ഞാൽ അയാൾ കുംഭിഭാഗ് നരകത്തിൽ പോകുന്നതാണ് ആ കഥ. പക്ഷേ അതിന് പിന്നെ ഉള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ എങ്ങനെയോ ഈ പൂച്ചയ്ക്ക് ബോധം വന്ന് അത് എഴുന്നേറ്റ് ഓടി. അതോടുകൂടി പിന്നെ ശിക്ഷാ നടപടിയൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ അന്ധവിശ്വാസങ്ങൾ ഒരുപാടുള്ള സ്ഥലമാണ് ഇന്ത്യയിൽ പ്രത്യേകിച്ചുമുണ്ട്. ഓരോന്നിനും ഓരോ ഇത്. നമ്മുടെ ഒരുപാട് 33 കോടി ദേവതമാരുണ്ടെന്നാണ് പറയുക. അപ്പോൾ ആ പുരാണങ്ങൾ ഇതിഹാസങ്ങളൊക്കെ വായിക്കുമ്പോൾ അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സത്യദൈവത്തിലൂടെ മുമ്പോട്ട് പോകാനുള്ളൊരു മാർഗം നമുക്കറിയാമെങ്കിൽ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതിലാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. അതല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യബോധമൊക്കെ മറന്നുപോകും. നമ്മൾ ഒരു പ്രോഗ്രാം പോലെ അങ്ങ് ചെയ്തു പോവുകയുള്ളൂ. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു പള്ളിയിൽ വെച്ച് ശവസംസ്കാരത്തിന് പോയത്. അപ്പോൾ ഏറ്റവും മുമ്പേ ഇങ്ങനെ കൊടി കുരിശ് ഇങ്ങനെയൊക്കെ പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും പുറയിൽ പെട്ടി, എല്ലാവരും ഉണ്ട് ആൾക്കാർ. പക്ഷെ 3 കിലോമീറ്റർ നടക്കണം, ദൂരമാണ്. അന്ന് ഈ ആംബുലൻസ് സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏറ്റവും മുമ്പിലേക്കൊന്ന് നടന്നു വന്ന് നോക്കിയപ്പോൾ അവിടെ കൊടി പിടിച്ചിരിക്കുന്ന ഒരു ചേട്ടൻ, ഒരുപാട് പ്രായമുള്ള ആളാണ്. പുള്ളി അവശതയായി. അപ്പോൾ പുള്ളി കൊടി പിടിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ആ വടി മാത്രമേ ഉള്ളൂ, കൊടി അതിനകത്തില്ല. അപ്പോൾ എന്താ പറ്റിയെന്ന് അന്വേഷിച്ചപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കൂടെ ഒരു ലോറി വന്നപ്പോൾ ലോറിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ 2 വടി പോലെയുണ്ട്. അതിൽ ഈ കൊടി ഉടക്കിയ കൊടിയും കൊണ്ട് ലോറിക്കാരൻ പോയി. ചേട്ടന് ഇതൊന്നും അറിയാതെ ഈ വെയിലത്ത് ഈ വടിയും ചുവന്നുകൊണ്ട് ഇങ്ങനെ നടക്കുക. പിന്നെ അവിടുത്തെ ചെറുപ്പക്കാരാരാണ്ട് വന്ന് അവർ ബൈക്കിന് പോയി ആ ലോറിക്കാരെ തടഞ്ഞു നിർത്തി ആ കൊടി മേടിച്ചുകൊണ്ട് വന്ന്. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം പോലെ അങ്ങ് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ കൊടിയുണ്ടോ എന്ന് ചിലപ്പോൾ നോക്കാറില്ല. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിജയം കൈവരിക്കണമെങ്കിൽ ആ മൂല്യങ്ങൾ പാലിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് വിജയം വരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മനുഷ്യരെല്ലാം നല്ല കഴിവുള്ളവരും ബുദ്ധിമാന്മാരുമാണ്. പക്ഷേ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നമുക്ക് പലപ്പോഴും ചിന്തിക്കാറില്ല. ചില സമയത്ത് നമ്മളെക്കാളും കൂടുതൽ ബുദ്ധി മൃഗങ്ങൾക്കുണ്ട്. അപ്പോൾ ഒരു മൃഗഡോക്ടറെ അടുത്ത് ഒരാൾ പോയി, പശുവിന് ഭയങ്കര ചുമയാണെന്നൊക്കെ പറഞ്ഞ് മരുന്ന് മേടിക്കാൻ പോയതാണ്. അപ്പോൾ അദ്ദേഹം ഓരോ പൊടികളും സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഈ കപ്പങ്ങ കുഴൽ കണ്ടിട്ടുണ്ടല്ലോ, കപ്പങ്ങ അതിൻ്റെ വലിയ തണ്ട്, അതിൻ്റെ 2 അറ്റവും മുറിച്ചിട്ട് അതിനകത്തേക്ക് ഇടുക, എന്നിട്ട് പശുവിൻ്റെ തൊണ്ടയിലേക്ക് ഊതി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ അതൊക്കെ റെഡിയാക്കി വന്നപ്പോഴത്തേക്കും ഇച്ചിരി സമയം പോയി. കാരണം പശു ഇങ്ങോട്ട് തുമ്മി. അപ്പോൾ പശുവിൻ്റെ തൊണ്ടയിൽ പോണ സാധനം മുഴുവനും ഇയാളുടെ തൊണ്ടയിലാണ് വന്നത്. അപ്പോൾ പിറ്റേ ദിവസം അയാൾ ചുമയായിട്ട് വന്നേക്കുവാണ്. അപ്പോൾ നമ്മൾ പ്ലാൻ ഇടുന്നതിന് മുമ്പ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നന്മ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക. കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ ഒരുപാട് കഴിവുള്ളവരാണ്. എന്ത് കാര്യം പറഞ്ഞു കൊടുത്താലും നന്നായിട്ട് പ്രവർത്തിക്കും അവർ. അപ്പോൾ അവരെയെല്ലാം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് നമ്മളെ പ്രചോദനം നൽകുക കുടുംബ പ്രാർത്ഥനയും കുടുംബയോഗങ്ങളൊക്കെയാണ് അതിന് കൂടുതൽ ശക്തി നൽകുന്നത്. ആ കുടുംബ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമുക്ക് വിജയം വരിക്കാനായി സാധിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ആ പ്രാർത്ഥനാ ചൈതന്യം എന്നും നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ ഈ കുടുംബ കൂട്ടായ്മ നമുക്ക് ഓരോരുത്തർക്കും പ്രേരണ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. തിരി തെളിയിക്കാനായി വേദിയിലായിരിക്കുന്ന വികാരിയച്ഛൻ റവറൻ ഫാദർ ലിജിൻ ചക്കനാട്ടച്ചൻ, വൈസ് ചെയർമാൻ ശ്രീ ജോസലക്സ്, സെൻട്രൽ കമ്മിറ്റി അംഗം ശ്രീ ജെയ്സ് ജോൺ മലമേൽ,
യൂണിറ്റ് പ്രസിഡന്റ് സോബി ജോസഫ്, യൂണിറ്റ് സെക്രട്ടറി റോജി ജോൺ എന്നിവരെ ക്ഷണിക്കുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ സോബി ജോസഫിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എത്രയും സ്നേഹം നിറഞ്ഞ കുടുംബ യൂണിറ്റ് വൈസ് ചെയർമാനും നമ്മുടെ ഇടവകയുടെ വികാരിയുമായ ജോസച്ച, ഇന്ന ദിവസം നമുക്കായി വിശുദ്ധ ബലി അർപ്പിക്കുകയും വചന സന്ദേശം നൽകിയ ലിജിനച്ച, കുടുംബ യൂണിറ്റ് വൈസ് ചെയർമാൻ ജോസ് അലക്സ്, കുടുംബ യൂണിറ്റ് ജോയിൻറ്റ് ജനറൽ സെക്രട്ടറി ജെയ്സ് ജോൺ, ആനിമേറ്റർ മധുരമായ സിസ്റ്റർ സിലിയ, സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളെ, മറ്റ് കുടുംബങ്ങൾ യൂണിറ്റുകളിൽ നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് ഭാരവാഹികളെ, ഞങ്ങളുടെ ക്ഷണപ്രകാരം ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ നല്ലവരെ, ഒപ്പം തന്നെ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സെൻറ്റ് സെബാസ്റ്റ്യൻ ഫാമിലി യൂണിറ്റിലെ കുടുംബാംഗങ്ങളെ, ഭാരവാഹികളെ, നമുക്കെല്ലാവർക്കും വീട് ഉള്ളവരാണ്. എന്നാൽ ഇന്നേ ദിവസം നമ്മളെല്ലാവരും ആത്മീയ വിരുന്നിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ ചിന്തിക്കുവാനും ചിരിക്കുവാനും ആസ്വദിക്കുവാനും സന്തോഷിക്കുവാനും ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുവാനുമുള്ള ഒരവസരമായിട്ടാണ് കുടുംബ യൂണിറ്റ് വാർഷികത്തെ നമ്മൾ കാണേണ്ടത്. ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നതാണ്. നമ്മളെല്ലാവർക്കും വീടും കുടുംബവും ഉള്ളവരാണ്. എന്താണ് വീടും കുടുംബവും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. വീട് എന്ന് പറഞ്ഞാൽ സിമൻറ്റ്, കട്ട, മെറ്റൽ, കമ്പി, എംസാൻഡ് എന്നിവയെല്ലാം ചേർന്ന ഒരു മിശ്രിതമാണ് വീട് എന്ന് പറയുന്നത്. എന്നാൽ കുടുംബമാകട്ടെ അപ്പനും അമ്മയും മക്കളും തമ്മിലുള്ള പരസ്പര സ്നേഹം, പരസ്പര വിശ്വാസം, ദയ, കാരുണ്യം, ആത്മസംയാനം, ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങൾ എന്നിവയെല്ലാം ചേർന്ന ഒരു അത്യപൂർവമായ മിശ്രിതമാണ് കുടുംബം എന്ന് പറയുന്നത്. നമ്മുടേത് കുടുംബമാണോ വീടാണോ എന്ന് ഈ ദിനം നമുക്ക് ആലോചിക്കാം, അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ കുടുംബങ്ങൾ നസ്രത്തിൽ കുടുംബം പോലെ സൗന്ദര്യം നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നേ ദിവസം ഈ സായാഹ്നം മനോഹരമാക്കാൻ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന സെൻറ്റ് സെബാസ്റ്റ്യൻ ഫാമിലി യൂണിറ്റിലെ എല്ലാ കുടുംബാംഗങ്ങളെയും ഭാരവാഹികളെയും പ്രസിഡൻ്റ് എന്ന നിലയിലുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികൾ, മറ്റുള്ള കുടുംബങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവരും ഈ സായം സന്ധ്യ മനോഹരമായിട്ട് ഒരുക്കുവാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. എല്ലാവർക്കും പ്രസിഡൻ്റ് എന്ന നിലയിലുള്ള നന്ദി അറിയിക്കുന്നു. നമ്മളെല്ലാവരും ഈ കുടുംബത്തിലായിരിക്കുവാനായിട്ട് അവസരം ഒരുക്കി തന്ന ചെറിയാൻ തോമസിനും കുടുംബത്തിനും പ്രസിഡൻ്റ് എന്ന നിലയിലുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ ക്ഷണപ്രകാരം വന്നിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കലാസന്ധ്യ നിങ്ങൾക്ക് വാഗ്ദാനം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. താങ്ക് യു സോബി ചേട്ടാ. ആശംസാ പ്രസംഗത്തിനായി റെവറൻഡ് ഫാദർ ലിജിൻ ചക്കനാട്ടാച്ചനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ച, സെൻട്രൽ കമ്മിറ്റി വൈസ് ചെയർമാൻ ജോസ് അലക്സ് സാർ, ശ്രീ ജയ്സേട്ടൻ, സോബിച്ചേട്ടൻ, പേരിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സെൻറ്റ് സെബാസ്റ്റ്യൻ കുടുംബാംഗങ്ങളെ,
എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സന്തോഷത്തിൻ്റെ സമയമാണ് നിങ്ങളോടുകൂടെ ആയിരിക്കുക എന്നുള്ളത്. 3 വർഷത്തിന് ശേഷം ആണ് ഞാൻ അവധിക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു അവധിക്ക് വന്ന സമയത്ത് ഈ ഒരു കുടുംബ യൂണിറ്റ് നടക്കുക എന്നതും ഇതിൽ പങ്കാളിയാകുക എന്നത് ദൈവനിയോഗമായി തന്നെ കരുതുന്നു. പ്രത്യേകമായി ആശംസകളും അഭിനന്ദനങ്ങളും എല്ലാവർക്കും നേരുന്നു. പ്രത്യേകമായി ഈ കുടുംബ യൂണിറ്റിൻ്റെ ഈ ദിവസങ്ങളിലൊക്കെ കുടുംബങ്ങളിൽ പോയി വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും പരിപാടികൾ കാണുവാനും ആൾക്കാരുമൊക്കെ ബന്ധപ്പെടാനും ഒക്കെ ഒത്തിരി അവസരങ്ങൾ കിട്ടാറുണ്ട്. വികാരിച്ചൻ പറഞ്ഞു, ഒരു കുടുംബ യൂണിറ്റിൻ്റെ വിജയത്തിൻ്റെ പല തലങ്ങൾ, പല ഘടകങ്ങൾ. ഞാനൊരു ഘടകം കൂടി ചെറുതായിട്ടൊന്ന് കൂട്ടിച്ചേർക്കുകയാണ്: പങ്കാളിത്തം. കഴിഞ്ഞ യൂണിറ്റിൽ ഞാനൊരു ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. ഈ യൂണിറ്റിൽ പങ്കാളിത്തത്തെക്കുറിച്ചൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പട്ടത്തിൻ്റെ സമയത്ത് നമ്മുടെ സോബിച്ചേട്ടനായിരുന്നു ആ സമയത്ത് കൈക്കാരൻ. വളരെ നന്ദിയോട് ഓർക്കുന്നു. അവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നൊരു പങ്കാളിത്തത്തിലൂടെ അത് പ്രവർത്തിച്ചപ്പോൾ പട്ട ഒരു വളരെ അനുഗ്രഹത്തിൻ്റെയും ഒരു വിജയപ്രദമായി മാറി. പിന്നെ ഈ കഴിഞ്ഞ യൂണിറ്റുകൾ മേരിമാതയും, പിന്നെ കഴിഞ്ഞ യൂണിറ്റ് സെൻറ്റ് തോമസ്, അവിടെയൊക്കെ ഓരോ വ്യക്തികളും കുടുംബ യൂണിറ്റിലേക്കുള്ള പങ്കാളിത്തങ്ങൾ, അത് കൊച്ചു കുഞ്ഞു പോലാണേലും വലിയ ആൾക്കാരാണേലും എല്ലാവരും ഒരേപോലെ പങ്കാളിത്തം വഹിക്കുന്നത് കൊണ്ട് ആ കുടുംബ യൂണിറ്റുകൾ വൻ വിജയമായി മാറുന്നുള്ളൊരു ദൃക്സാക്ഷി കൂടിയാണ് ഞാൻ. ഇങ്ങോട്ടും നോക്കുവാണെങ്കിൽ നമ്മുടെ ലീലാമ്മ ടീച്ചർ, ഞങ്ങളെയൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ, ടീച്ചറിൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് ഞാൻ. ഞങ്ങളൊക്കെ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചറും മറ്റ് പങ്കജോലി ടീച്ചർ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ടീച്ചറാണ്. പക്ഷെ അവരെല്ലാം ആദ്യ വെള്ളിയാഴ്ച ഞങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടി മസാദി വെള്ളിയാഴ്ച തിരുഹൃദയത്തിൻ്റെ ആ ഒരു തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥന ചൊല്ലാനായിട്ട് എല്ലാ കത്തോലിക്ക കുട്ടികളെയൊക്കെ അവരൊക്കെ ഒരുമിച്ച് ചേർന്ന് ആ ഒരു പങ്കാളിത്തവും കൂടി ഞാൻ പ്രത്യേകം ഓർക്കുകയാണ് ഈ സമയത്ത്. ജോസ് സാർ ഇവിടെ ക്യാമറയും പിടിച്ചിട്ട് എല്ലാ പരിപാടികൾക്കും കാണാം. അദ്ദേഹത്തിന് ഈ സമയത്ത് വേണേൽ വീട്ടിലിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്യാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പങ്കാളിത്തം, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ്, ഒരു ഷെയറിങ്, എനിക്കെന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക ഈ ഒരു യൂണിറ്റിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയിലേക്ക് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുള്ള കുടുംബ യൂണിറ്റുകളാണ് നമ്മുടെ പലതും ഞാൻ കണ്ടെടുത്തോളം. സഹോദരരെ, ഈ ഒരു പങ്കാളിത്തം എന്നും, ഇപ്പോൾ ഞാനൊരു ഘാനയിൽ നിന്ന് വരുന്നതുകൊണ്ട് ഞാനൊരു സംഭവം ഓർക്കുകയാണ്. ഒരു കുഞ്ഞ് അവനൊരു ഷെയറിങ്ങിൻ്റെ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർക്കണേ. അവൻ 2 വയസ്സേ ഉള്ളൂ, പേര് ജാക്സൺ എന്നാണ്. അപ്പോൾ അവനോട് രാവിലെ ബാഗൊക്കെ ഇട്ട് ഒരു മുട്ടയും ബാഗിലിട്ടാണ് വരുന്നത് ഒരാൾ. അപ്പോൾ ആളോട് ഞാൻ ചോദിച്ചു, ആൾ മുട്ടയൊക്കെ പൊളിച്ചു ടീച്ചേഴ്സ് കൊടുത്തു. അപ്പോൾ അവൻ ആ മുട്ട കടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ബോയിൽഡ് പുഴുങ്ങിയ മുട്ടയാണ്. അപ്പോൾ ജാക്സൺ എനിക്ക് കുറച്ച് തരാൻ പറഞ്ഞു, ഗീവ് മീ സ്മോൾ. അപ്പോൾ അവൻ കടിച്ചിട്ട് വായിന്ന് എടുത്തിട്ട് തരികയാണ് അച്ഛന്. അപ്പോൾ ആ കൊച്ചിൻ്റെ പങ്കാളിത്തവും, അവർ വളരെ ജനറസ് ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പോൾ അവിടുത്തെ ആൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിലും, ഘാനയിലെ ആൾക്കാർ ഞായറാഴ്ച അവർ വരുന്നത് വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പിടിച്ചിട്ടാണ് വരുന്നത്. വീട്ടിൽ എന്താണോ ഉള്ളത്, ചിലപ്പോൾ ഇച്ചിരി ചെറുപയറായിരിക്കും, അല്ലെങ്കിൽ ഇച്ചിരി അരിയായിരിക്കും, അല്ലെങ്കിൽ മുട്ടയായിരിക്കും, 2 വാഴക്കയായിരിക്കും, ചൂലായിരിക്കും. ഇതെല്ലാം കൊണ്ടാണ് അവർ കുർബാനയ്ക്ക് പങ്കെടുക്കാൻ വരുന്നത്. അപ്പോൾ കുർബാനയ്ക്ക് പങ്കെടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാഴ്ച സമർപ്പണ സമയത്ത് അവർക്കുള്ളത് എന്താണോ അവർ ആ കാഴ്ച കുർബാനയ്ക്ക് സമർപ്പിക്കുന്നു. അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത്. അപ്പോൾ അവരുടെ പങ്കാളിത്തം എല്ലാവരും തന്നെ നല്ല അവരുടെ വീട്ടിലുള്ളവർ പോലും ഒന്നുമില്ലാണ്ട് ആ ആൾക്കാർ കുർബാനയ്ക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള പരിപാടികൾക്കൊന്നും വരാറില്ല. അപ്പോൾ ആ ഒരു പങ്കാളിത്തം, വാട്ട് ഐ ക്യാൻ ഡു ഫോർ ദിസ് യൂണിറ്റ്, അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞ ഐക്യമത്യം മഹാബലം. അപ്പം നമ്മൾ വിഘടിച്ച് നിന്നുകൊണ്ട് നമ്മൾ ആരും ഒന്നും നേടാൻ പോകുന്നില്ല, ആരും ഒന്നും നേടിയിട്ടുമില്ല. നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടുന്നത്. ടുഗെദർ വി സ്റ്റാൻഡ് ആൻഡ് ഡിവൈഡഡ് വി ഫോൾ. അപ്പോൾ അത് തന്നെയാണ് ചരിത്രവും പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് നിൽക്കാം, നമ്മുടെ കൂട്ടായ്മയിലൂടെ നമുക്ക് നേടാം, നമ്മുടെ പങ്കാളിത്തവും നമ്മുടെ ഷെയറിങ്ങും ഒക്കെ നമുക്ക് ഉറപ്പാക്കാം. കുടുംബ യൂണിറ്റ് നമ്മുടെ മാധ്യസ്ഥൻ്റെ വിശുദ്ധ സെബസ്ത്യാനോസ് നമുക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കട്ടെ. താങ്ക് യു. താങ്ക് യു അച്ഛ. ആശംസാ പ്രസംഗത്തിനായി വൈസ് ചെയർമാൻ ശ്രീ ജോസ് അലക്സിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ചെയർമാൻ പ്രിയ ജോസച്ചൻ,
ബഹുമാനപ്പെട്ട ലിജിൻ ചക്കനാട്ടച്ചൻ, യൂണിറ്റ് പ്രസിഡൻറ്റ് ശ്രീ സോബി, നമ്മുടെ ഫാമിലി യൂണിറ്റുകളിലെ ജനറൽ സെക്രട്ടറി ശ്രീ ജെയ്സ്, യൂണിറ്റ് സെക്രട്ടറി റോജി, മറ്റ് യൂണിറ്റുകളിൽ നിന്ന് എത്തിയിരിക്കുന്ന യൂണിറ്റ് പ്രവർത്തകരെ, നേതാക്കന്മാരെ, സ്നേഹം നിറഞ്ഞ സെൻറ്റ് സെബാസ്റ്റ്യൻ കുടുംബ യൂണിറ്റ് അംഗങ്ങളെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമേ തന്നെ ഈ വാർഷിക ആഘോഷത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഞാൻ സ്നേഹപൂർവ്വം എല്ലാവർക്കും നേരുകയാണ്. നമുക്കറിയാം, കുടുംബ യൂണിറ്റുകളുടെ വാർഷികം നമ്മുടെ ഇടവകയിൽ ഒരു നീണ്ട കാലയളവ്, ഏകദേശം ഒരു 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നടക്കുന്നത്. ഇതിപ്പോൾ 6ാമത്തെ യൂണിറ്റിൻ്റെ വാർഷികമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ യൂണിറ്റ് വാർഷികങ്ങളും കുടുംബാംഗങ്ങൾ വളരെ ഒരു ഉത്സവ പ്രതീതിയോടുകൂടിയാണ് അത് ഏറ്റെടുത്തിരിക്കുന്നത്. അത് നമുക്ക് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ്. അപ്പോൾ ഞാൻ ഈ യൂണിറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമുക്കറിയാം, ഈ സോബിച്ചൻ എൻ്റെ പ്രസിഡൻ്റാണ്. പല യൂണിറ്റ് മീറ്റിങ്ങുകളിലൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാരുടെ പ്രാതിനിധ്യം വളരെ കമ്പാരിറ്റീവ്ലി ചില ദിവസങ്ങളിലൊക്കെ വളരെ കുറവായിട്ട് തോന്നാറുണ്ട്. പക്ഷേ ഈ വേളയിൽ എല്ലാവരും തന്നെ ഇതിൻ്റെ അകത്ത് സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ യൂണിറ്റിലുള്ള എല്ലാവരും, സാധാരണ മീറ്റിങ്ങിന് അപൂർവമായിട്ടൊക്കെ വരുന്നവർ പോലും ഇന്നിവിടെ സജീവമായിട്ട് മുന്നിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ വാർഷികാഘോഷത്തിൻ്റെ നേട്ടം. അതുതന്നെയാണ് നമ്മൾ ഈ 2 വർഷത്തിലൊരിക്കലുള്ള വാർഷികം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാവരെയും ഒന്ന് കൂട്ടിയോജിപ്പിക്കുക. ഇപ്പം വാർഷികത്തിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 1 മാസത്തോളം എങ്കിലായി കാണും. യൂണിറ്റുകളിൽ അതൊരു സജീവമായിട്ട് അതിൻ്റെ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ കുറിച്ച് ചർച്ചകളൊക്കെ തുടങ്ങിയിട്ട്, അങ്ങനെ വരുമ്പോൾ എല്ലാവരും പരസ്പരമായിട്ടുള്ള ഒരു പങ്കാളിത്തവും ഒരു കൂടിയാലോചനകളും പരസ്പരം നമുക്ക് പരിചയപ്പെടാനും പങ്കുവയ്ക്കാനുമുള്ള ഒരു അവസരമാണ് ഈ വാർഷികാഘോഷത്തിനോട് അനുബന്ധിച്ചുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് കിട്ടുന്നത്. ആ ഒരു ഇതാണ് നമുക്ക് വാർഷിക ആഘോഷം കൊണ്ട് നമ്മുടെ യൂണിറ്റുകളിൽ നമുക്ക് ലഭിക്കുന്നത്. ആ വാർഷികാഘോഷം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് യൂണിറ്റ് ഭാരവാഹികൾ ഈ ദിവസങ്ങളിലൊക്കെ നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. നമുക്കറിയാം, എല്ലാവരെയും ഒന്ന് കൂട്ടിയിണക്കി കൊണ്ടുവരുന്നതിന് നല്ല ബുദ്ധിമുട്ടാണ്. പലവിധ അസൗകര്യങ്ങൾ യൂണിറ്റുകളിലെ യൂത്ത് ആ പ്രായത്തിലുള്ള ആൾക്കാരുടെ കുറവ്. അപ്പം ഭാരവാഹികൾ തന്നെ യൂത്തിൻ്റെ ആ സ്വഭാവത്തിലേക്ക് വരണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് ഈ നല്ല രീതിയിൽ ഈ വാർഷികം ഇവിടെ സംഘടിപ്പിച്ചതിന് യൂണിറ്റ് ഭാരവാഹികൾ, പ്രത്യേകിച്ച് നമ്മുടെ പ്രസിഡൻറ്റ് സോബിച്ചനും സെക്രട്ടറി റോജിയും മറ്റ് ഭാരവാഹികൾ എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നവരാണ്. ഞാൻ അവർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ നൽകുകയാണ്. സെൻറ്റ് സെബാസ്റ്റ്യൻ യൂണിറ്റിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, സോബിച്ചൻ ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ ആരോ ഉണ്ടെന്ന് നോക്കാറില്ല, അങ്ങോട്ട് ചെയ്യും. അത് ഞാൻ വൈസ് ചെയർമാനായിട്ട് മിക്ക യൂണിറ്റുകളിലും മിക്കവാറും പോകാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ റീഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഈ ഓണാഘോഷം 10 യൂണിറ്റിലും ചെറിയ രീതിയിലൊക്കെ നടന്നു. ഈ യൂണിറ്റിൽ ഓണാഘോഷം ഒരു ഓണസദ്യയോടുകൂടിയാണ് നടന്നത്. അപ്പോൾ അതിനുള്ള പണം കണ്ടെത്തിയത് അവരൊരു നൂതന മാർഗത്തിലൂടെയാണ്. അവരുടെ റിപ്പോർട്ടിൽ വായിച്ച് കേട്ട പോലെ വീടുകളിൽ കയറി ആക്രി സാധനങ്ങൾ പെറുക്കി സംഭരിച്ച് അത് വിറ്റ് ആ തുക കൊണ്ടാണ് ഓണാഘോഷം നടത്തിയത്. അപ്പോൾ അതൊരു യൂണിറ്റിൻ്റെ കാര്യത്തിൽ എടുക്കുമ്പോൾ അതൊരു നോവൽ ഐഡിയ തന്നെയാണ്. സാധാരണ നമ്മളത് പാർട്ടിക്കാരോ അല്ലെങ്കിൽ യൂത്ത് ഓർഗനൈസേഷനൊക്കെ ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഒരു കുടുംബ യൂണിറ്റ് തലത്തിൽ അത് പ്രാവർത്തികമാക്കിയതിൽ എനിക്കൊത്തിരി സന്തോഷം തോന്നി. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും സോബിച്ചൻ മുന്നിട്ടിറങ്ങിയാൽ അത് വിജയിപ്പിക്കാനായിട്ട് സോബിച്ചൻ ഉണ്ടാവും. അങ്ങനെ ഈ യൂണിറ്റിനെയും ഈ വാർഷികം ത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ സോബിച്ചോണ്ട് ചോദിച്ചു, എങ്ങനെ സോബിച്ചാൽ വാർഷികം ഉണ്ടാവുമോ? അത് ചേട്ടൻ നോക്കിക്കോ, വാർഷികം നടന്നിരിക്കും എന്നുള്ള ഒരു ഉറപ്പ് കിട്ടി. അപ്പോൾ അങ്ങനെ പല സാഹചര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിന് യൂണിറ്റ് അംഗങ്ങൾ നമ്മുടെ ചക്കനാട്ടച്ചൻ പറഞ്ഞ പോലെ പങ്കാളിത്തം ഒരു പ്രധാന ഘടകമാണ്. ഈ ഒരു വാർഷികത്തിൽ നിന്നുള്ള ആ ഊർജം സംഭരിച്ച് ഇനിയുള്ള കാലഘട്ടത്തിൽ ആ പങ്കാളിത്തം ഒന്നും കൂടി ശക്തിപ്പെടുത്തി ഈ യൂണിറ്റിനെ മുന്നണിയിൽ നിർത്തണമെന്നുള്ള ഒരു ചെറിയ അഭ്യർത്ഥന മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സെൻട്രൽ കമ്മിറ്റിയുടെ ഒരു പാരിതോഷികം ലോഗോസ് ക്വിസിൽ 60% കൂടുതൽ മാർക്ക് ലഭിച്ച നമ്മുടെ കുടുംബാംഗങ്ങൾക്കുള്ള സമ്മാനം ഈ യൂണിറ്റിൽ നിന്ന് 2 പേരുണ്ട്. അത് സമ്മാനങ്ങൾ കൊടുക്കുന്ന സമയത്ത് അത് കൊടുക്കുന്നതാണെന്നുള്ള കാര്യം കൂടി അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു.
ആശംസാ പ്രസംഗത്തിനായി സെൻട്രൽ കമ്മിറ്റി അംഗം ശ്രീ ജെയ്സ് ജോൺ മൽമേലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ വികാരി അച്ഛനും ഫാമിലി യൂണിറ്റുകളുടെ ചെയർമാനുമായ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ജോസച്ച, ഇന്നിവിടെ ദിവ്യബലി അർപ്പിച്ച ലിജിനച്ച, ഫാമിലി യൂണിറ്റുകളുടെ വൈസ് ചെയർമാനായ ശ്രീ ജോസലക്സ് ചേട്ടൻ, ഈ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായ ശ്രീ സോബി ജോസഫ് മലമേൽ, ഈ യൂണിറ്റിൻ്റെ സെക്രട്ടറിയായ ശ്രീ റോജി ജോൺ പുളികൽ. ഇന്ന് ഈ കുടുംബ യൂണിറ്റ് വാർഷികം നടക്കുമ്പോൾ എനിക്കുണ്ടായ ഒരു ചിന്ത ഇതാണ്: ധീരനും വിശുദ്ധനുമായ ഒരു രക്തസാക്ഷിയുടെ നാമധേയത്തിലുള്ള ഒരു കുടുംബ യൂണിറ്റാണ് നമ്മുടേത്. വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ നാമധേയത്തിലുള്ള ഒരു കുടുംബ യൂണിറ്റ് വാർഷികം നടക്കുമ്പോൾ ഈ യൂണിറ്റിലുള്ള എല്ലാവരും ആ വിശുദ്ധൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി കിട്ടുവാനായിട്ട് അർഹരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടാതെ ഇന്ന് ഈ കുടുംബ യൂണിറ്റ് വാർഷികം നടത്തുവാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും എത്രമാത്രം യത്നിച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിങ്ങളെല്ലാവരും ഇതിൻ്റെ പിറകിലായിരിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. കൂടാതെ ഈ കുടുംബ യൂണിറ്റ് വാർഷികം നടത്തുവാനായിട്ട് കലാപരിപാടികൾ നടത്തുവാനും ഒക്കെയായിട്ട് നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ഒത്തൊരുമയുണ്ടെങ്കിൽ മാത്രമാണ് ഒരു കുടുംബ യൂണിറ്റ് വാർഷികം വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾ എല്ലാവരും കലാപരിപാടികളെല്ലാം ആസ്വദിക്കുവാനായിട്ട് തയ്യാറായിരിക്കുവാണെന്ന് എനിക്കറിയാം. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ വാർഷികം ഇവിടെ നടത്തുവാനായിട്ട് പരിശ്രമിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. കൂടാതെ ഈ യൂണിറ്റ് വാർഷികത്തിലേക്ക് ഒരു ആശംസാ പ്രസംഗം പറയുവാനായിട്ട് എന്നെ ക്ഷണിച്ച ഈ യൂണിറ്റ് ഭാരവാഹികളെയും ഞാൻ അഭിനന്ദിക്കുന്നു, നന്ദിയോടെ ഓർക്കുന്നു. ഈ വാർഷികം നടത്തുവാനായിട്ട് ഈ വീട് നിങ്ങൾക്കായി വിട്ടുതന്ന ശ്രീ ചെറിയാൻ ചേട്ടനെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. പൗരോഹിത്യത്തിൻ്റെ 50 കൊല്ലം പൂർത്തിയാക്കിയ നമ്മുടെ ഇടവ വികാരി റെവറൻഡ് ഫാദർ ജോസ് പാറപ്പുറം അച്ഛനെ ആദരിക്കുകയാണ്. അതിനായി യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ സോബി ജോസഫ് മലമേലിനെ ക്ഷണിക്കുന്നു. ആദരം ഏറ്റുവാങ്ങുന്നതിനായി വികാരി അച്ഛനെയും ക്ഷണിച്ചുകൊള്ളുന്നു. യൂണിറ്റിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തികളെ ആദരിക്കുകയാണ്. ആദരം ഏറ്റുവാങ്ങുന്നതിനായി നമ്മുടെ യൂണിറ്റിലെ ഏറ്റവും മുതിർന്ന വ്യക്തികളായ കോച്ചേരി ആൻ്റണി ദേവസി ചേട്ടനെയും പൂവൻ റോസക്കുട്ടി ചേച്ചിയെയും ക്ഷണിച്ചുകൊള്ളുന്നു. റോസക്കുട്ടി ചേച്ചിയെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിനായി റെവറൻഡ് ഫാദർ ലിജിൻ ചക്കനാട്ട് അച്ഛനെ ക്ഷണിച്ചുകൊള്ളുകയാണ്. ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം ദേവേശി ചേട്ടന് ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല. നമ്മുടെ യൂണിറ്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായ കാഞ്ഞിരത്തിങ്കൽ ഇസബെല്ല മറിയമാണ്. ഇസബെല്ല മറിയത്തിന് നമ്മളൊരു സമ്മാനം നൽകുകയാണ്. സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ഇസബെല്ല മറിയവും ഒപ്പം മാതാപിതാക്കളെയും ക്ഷണിച്ചുകൊള്ളുന്നു. സമ്മാനം നൽകുന്നതിനായി വൈസ് ചെയർമാൻ ശ്രീ ജോസ് അലക്സിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ വർഷത്തെ ലോഗോസ് ക്യൂസ് പരീക്ഷയിൽ 60% കൂടുതൽ മാർക്ക് ലഭിച്ച 2 വ്യക്തികളാണ് നമ്മുടെ യൂണിറ്റിലുള്ളത്. ഗ്രേസി ജോൺസൺ മലമേൽ പുലക്കാവിൽ, ലൂസി ചെറിയാൻ ഉപ്പൂട്ടിൽ പ്ലാക്കി. സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ഇരുവരെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. സമ്മാനം നൽകുന്നതിനായി ലിജിൻ ചക്കനാട്ട് അച്ഛനെയും ക്ഷണിക്കുന്നു. അടുത്തതായി ലക്കി ഫാമിലിയെ തിരഞ്ഞെടുക്കുകയാണ്. അതിനായി വികാരിയച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു.
മലമേൽ സിബി. ഇല്ല. വലിയ പറമ്പിൽ ജോസി. സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി കുടുംബാംഗങ്ങൾ മുന്നോട്ട് വരേണ്ടതാണ്. ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ അതിനെതിരെയുള്ള ബോധവൽക്കരണം തികച്ചും അനിവാര്യമാണ്. ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങൾ എന്ന നിലയിൽ അത്തരത്തിലുള്ള ബോധവൽക്കരണം നടത്തുക നമ്മുടെ ഉത്തരവാദിത്വമാണ്. ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലുവാനായി ശ്രീമതി ഗ്രേസി ജോൺസനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. മാനവരാശിയെ മാരകമായി നശിപ്പിക്കുന്ന മദ്യപാനം, മയക്കുമരുന്ന് ഉപയോഗം എന്നീ തിന്മകൾ ഞാൻ വെറുക്കുന്നു. അവയ്ക്കെതിരെ ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ആരോഗ്യത്തെയും കുടുംബസമാധാനത്തെയും നാടിൻ്റെ പുരോഗതിയെയും തകർക്കുന്ന ഈ തിന്മകൾക്ക് ഞാൻ ഒരിക്കലും അടിമയാകില്ല. അവയ്ക്കിട നൽകുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഞാൻ ഒഴിവാക്കും. ലഹരിക്കടിമകളായവരെ പിന്തിരിപ്പിക്കുവാൻ ഞാൻ പരിശ്രമിക്കും. മാനസികവും ശാരീരികവുമായി ആരോഗ്യമുള്ള തലമുറയ്ക്കായി ഞാൻ അധ്വാനിക്കും. എൻ്റെ നാടിൻ്റെ ക്ഷേമത്തിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ജയ് ക്രൈസ്റ്റ്. കൃതജ്ഞത പറയുന്നതിനായി ശ്രീമതി ലവ്ലി ബെന്നി മലമേലിനെ ക്ഷണിക്കുന്നു. മാന്യസദസ്സിന് വന്ദനം. നമ്മുടെ പൊതുസമ്മേളനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണല്ലോ. അതിനാൽ ഈ സമ്മേളനത്തിന് നന്ദി പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഈ പൊതുയോഗം കൂടുന്നതിനായി നമുക്ക് അനുയോജ്യമായ കാലാവസ്ഥയും സാഹചര്യവും നൽകിയ ദൈവത്തിന് ആദ്യമേ തന്നെ ഞാൻ നന്ദി പറയുന്നു. ശാരീരികമായ ബുദ്ധിമുട്ടുകളെല്ലാം മറന്നുകൊണ്ട് നമ്മളിൽ ഒരാളായി നമ്മോടൊപ്പം നിൽക്കുകയും ഇന്നേ ദിവസത്തെ പരിപാടികൾ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ചെറിയൊരു സന്ദേശം നൽകിയ നമ്മുടെ കുടുംബ കൂട്ടായ്മയുടെ ചെയർമാനും വികാരിയുമായ ഫാദർ ജോസ് പാർപ്പുറം അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ എൻ്റെ പേരിലും കുടുംബ യൂണിറ്റിൻ്റെ പേരിലും നന്ദി പറയുന്നു. ബലിയാണ് ജീവിതത്തിൻ്റെ നെടുംതൂണ്. ഈ വാർഷികാഘോഷം അനുഗ്രഹപ്രദമാകുന്ന രീതിയിൽ ഏറ്റവും ഭക്തി നിർഭരമായി കുർബാന അർപ്പിക്കുകയും നമ്മളിൽ ഒരാളായി നമുക്ക് വേണ്ടി തമ്പുരാൻ്റെ മുൻപിൽ ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ സ്പെഷ്യലാണ്. അതാണ് ഇന്നത്തെ ലിജിൻ അച്ഛൻ്റെ കുർബാന. അച്ഛൻ ഈ വെക്കേഷൻ ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതിന് പ്രത്യേകം യൂണിറ്റിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി പറയുന്നു. ഇന്നേ ദിവസം സാന്നിധ്യം കൊണ്ട് നമുക്ക് ആവശ്യമായ ചെറിയ സന്ദേശം നൽകി അധ്യക്ഷ പദവി അലങ്കരിച്ച നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റിനെ എൻ്റെ വ്യക്തിപരമായ പേരിലും യൂണിറ്റിൻ്റെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്നേ ദിവസം ഈ ഭവനത്തിൽ വെച്ച് വിശുദ്ധ കുർബാനയ്ക്കായി ബലിപീഠം അലങ്കരിച്ചു തന്ന മദർ സുപ്പീരിയറിൻ്റെ അസാന്നിധ്യത്തിൽ എൻ്റെ പേരിലും കുടുംബ യൂണിറ്റിൻ്റെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കുടുംബ യൂണിറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ ഇടവകയുടെ വൈസ് ചെയർമാൻ ജോസ് ചേട്ടൻ നമുക്കായി വാർഷികാഘോഷത്തിന് ആശംസ നൽകി പ്രോത്സാഹിപ്പിച്ചതിന് എൻ്റെ പേരിലും യൂണിറ്റിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു.
കുടുംബ കൂട്ടായ്മയുടെ സെൻട്രൽ കമ്മിറ്റി അംഗവും സെക്രട്ടറിയുമായ ജെയ്സ് ജോൺ വാർഷികാഘോഷത്തിന് ആശംസ നൽകി പ്രോത്സാഹിപ്പിച്ചതിന് എൻ്റെ പേരിലും യൂണിറ്റിൻ്റെ പേരിലും പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ യൂണിറ്റിൻ്റെ റിപ്പോർട്ട് ഭംഗിയായ രീതിയിൽ എഴുതി വായിച്ച സെക്രട്ടറിക്ക് യൂണിറ്റിൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. നമ്മുടെ യൂണിറ്റ് വാർഷികം ക്യാമറ കണ്ണുകളിലൂടെ ഒപ്പിയെടുത്ത് പള്ളിയുടെ ഓൺലൈൻ ചാനൽ വഴി ലോകമെമ്പാടും എത്തിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ജോസ് സാറിനെ എൻ്റെ പേരിലും യൂണിറ്റിൻ്റെ പേരിലും പ്രത്യേകം നന്ദി പറയുന്നു. വാർഷികാഘോഷം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന കൈക്കാരന്മാരായ ബാബു ചേട്ടനെയും ജോർജ് ചേട്ടനെയും ഏറ്റവും സന്തോഷത്തോടെ യൂണിറ്റിൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. ഇന്നേ ദിവസം വാർഷികാഘോഷത്തിനായി ഭവനം ഒരുക്കി തന്ന ചെറിയാൻ ചേട്ടനും ലൂസി ചേച്ചിക്കും മക്കൾക്കും എൻ്റെ പേരിലും യൂണിറ്റിൻ്റെ പേരിലും പ്രത്യേകം നന്ദി പറയുന്നു. വാർഷികാഘോഷം പൊലിമ കൂട്ടുന്നതിനായി പ്രായഭേദമന്യേ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന നമ്മുടെ കലാകാരന്മാർക്കും കലാകാരികൾക്കും എൻ്റെ പേരിലും യൂണിറ്റിൻ്റെ പേരിലും പ്രത്യേകം നന്ദി പറയുന്നു. ഈ പരിപാടി ആഘോഷമാക്കാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ യൂണിറ്റ് ഭാരവാഹികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എൻ്റെ പേരിലും യൂണിറ്റിൻ്റെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിന് ശബ്ദവും വെളിച്ചവും നൽകിക്കൊണ്ട് ഈ വാർഷികാഘോഷം ഭംഗിയാക്കാൻ സഹായിച്ച ദീപുവിനും കൂട്ടുകാർക്കും യൂണിറ്റിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി പറയുന്നു. അതുപോലെ നമുക്ക് ഭക്ഷണമൊരുക്കി ഇവിടെ വന്നിരിക്കുന്ന കാറ്ററിംഗ് യൂണിറ്റിന് എൻ്റെ പേരിലും യൂണിറ്റിൻ്റെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കലാപരിപാടികൾ ഊർജ്ജസ്വലമാക്കുവാൻ പ്രയത്നിച്ച തേജയ്ക്കും സുപ്രിയയ്ക്കും എൻ്റെ പേരിലും യൂണിറ്റിൻ്റെ പേരിലും പ്രത്യേകം നന്ദി പറയുന്നു. ലിജിൻ അച്ഛൻ്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ്, നമുക്ക് ഒരുമിച്ച് നിന്നാൽ എല്ലാം നമുക്ക് വിജയിപ്പിക്കാമെന്നും പറഞ്ഞുകൊണ്ടും ഈ അവസരത്തിൽ ആർക്കെങ്കിലും നന്ദി പറയുവാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ലൗലി ചേച്ചി. പൊതുസമ്മേളനം അവസാനിച്ചിരിക്കുന്നു.